ആന്മാരായ ആളുകൾ, അല്ലാഹുവിനെ അറിഞ്ഞവർ ആനന്ദത്തിന്റെ ലഹരിയിലാണ്. ബഹുമാനപ്പെട്ട ഹാഫിൾ അബൂ മുഹമ്മദ് അബ്ദുൽ ഗനി ബിൻ അബ്ദുൽ വാഹിദ് ബിൻ അലി ബിൻ സുറൂർ ബിൻ റാഫി ബിൻ ഹസൻ ബിൻ ജഅഫർ അൽ മഖ്ദിസി അൽ ജമാഇലി അദ്ദിമഷ്ഖി എന്ന മഹാൻ അറിയുമോ സഹോദരങ്ങളെ? അബൂ മുഹമ്മദ് ദിമശ്കി റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകൾ രോഗശയ്യയിൽ കിടക്കുകയാണ്. മറവൻ ശദീദാ, കഠിനമായ രോഗത്തിലാണ്. മനഅഹു മിനൽ കലാമി വൽ ഖിയാം, നിൽക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. 16 ദിവസം കഠിനമായ അവസ്ഥയിൽ രോഗത്തിൽ കിടക്കുകയാണ്. മകൻ പറയുകയാണ്, ഞാൻ ഉപ്പയോട് ചെന്ന് ചോദിച്ചു, ഉപ്പാ മായസ്തഹീ, എന്തേ ഉപ്പ വേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ ഉപ്പ പറയുകയാണ്, അസ്തഹീ അൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തെ കൊതിച്ച് കിടക്കുകയാണ്. അസ്തഹീ റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കാത്തു കിടക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ റബ്ബിന്റെ പ്രീതിയിലേക്ക്, റബ്ബിന്റെ കാരുണ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കൊതിച്ചിരിക്കുകയാണ്. ഞാൻ അതാ സുബഹിയുടെ നേരമായപ്പോൾ ചൂടുവെള്ളം കൊണ്ടുവന്നു, വുളൂ ചെയ്യിച്ചു. ഫജ്റിന്റെ സമയമായി. എന്നോട് ഉപ്പ പറയാണ്, യാ അബ്ദല്ലാഹ് ഖും സ്വല്ലി ബിനാ വഖഫിഫ്, ഒന്ന് ഇമാമത്ത് നിൽക്കുമോനെ, നമുക്ക് നിസ്കരിക്കാം. ഫസല്ലൈതു ബിൽ ജമാഅ, ഞാൻ ജമാഅത്തായി നിസ്കരിച്ചു. വസല്ലാ ജാലിസൻ, എന്റെ ഉപ്പ ഇരുന്ന് നിസ്കരിക്കുകയാണ്, ഞാൻ നിന്ന് നിസ്കരിക്കുകയാണ്. ثم جلست عند رأسه, ഞാൻ എന്റെ ഉപ്പാന്റെ തലഭാഗത്ത് ചെന്നിരുന്നു. അപ്പ എന്നോട് പറഞ്ഞു, ഇഖ്റ യാസീൻ, യാസീൻ ഓതണം മോനെ. ഫഖറഅതുഹാ, ഞാൻ യാസീൻ ഓതി. അത് കഴിഞ്ഞപ്പോൾ വാപ്പ ദുആ ചെയ്യുകയാണ്. വഅന ഉഅമ്മിനു, ഞാൻ ആമീൻ ചൊല്ലുകയാണ്. ഹുനാ ദവാഉൻ, ഉപ്പാ ഇവിടെ മരുന്നുണ്ടല്ലോ, കുടിക്കാൻ തരട്ടെ. എന്റെ വാപ്പ അബൂ മുഹമ്മദുൽ ജമാഇലി അദ്ദിമഷ്ഖി എന്ന മഹാൻ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ മാ ബഖിയ ഇല്ലൽ മൗത്, മരണമല്ലാതെ ഇനിയൊന്നുമില്ല, എനിക്കൊരു മരുന്നും വേണ്ട. ഞാൻ ചോദിച്ചു, ഉപ്പയുടെ മോഹം എന്താണ്? ഈ മരണത്തിന്റെ സമയത്ത് ഉപ്പയുടെ ആഗ്രഹം എന്താണ്? ഉടനെ എന്റെ ഉപ്പ എന്നോട് പറയാണ്, അസ്തഹീ അന്നദറ ഇലാ വജ്ഹില്ലാഹ് സുബ്ഹാനഹു, എനിക്ക് അല്ലാഹുവിനെ കാണണം, എനിക്ക് റബ്ബിനെ കാണണം, റബ്ബിന്റെ ലിഖാ വേണം, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, ഉപ്പയ്ക്ക് എന്നോട് പൊരുത്തമല്ലേ? ബലാ വല്ലാഹി, അതേ മോനെ, എനിക്ക് പൊരുത്തമാണ്. എന്തെങ്കിലും വസിയ്യത്ത് പറയാനുണ്ടോ? അപ്പോഴെന്നോട് പറഞ്ഞു, ഉസീക ബിത്തഖ്വല്ലാഹ്, മോനെ തഖ്വ കൊണ്ട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. വൽ മുഹാഫളതി അലാ ത്വാഅതിഹി,
അല്ലാഹുവിന്റെ ത്വാഅത്തിൽ നീ കൃത്യതയുള്ളവനാകണം, ശ്രദ്ധയുള്ളവനാകണം. ഒരു സംഘം ആളുകൾ വാപ്പാനെ കാണാൻ വന്നു. അവര് സലാം പറഞ്ഞു, വാപ്പ സലാം മടക്കി. അവര് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഉപ്പ പറഞ്ഞു, നിങ്ങൾ ദിക്ർ ചൊല്ലാൻ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. ഉപ്പ ഇങ്ങനെ ചുണ്ടുകൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. ഞാനതാ പള്ളിയിൽ നിന്നൊരാളെ വിളിക്കാൻ ഇറങ്ങിയപ്പോൾ എന്റെ ഉപ്പ അബൂ മുഹമ്മദുൽ ജമാഇലി അദ്ദിമഷ്ഖി എന്ന മഹാൻ വഫാത്തായി പോയി. തഖ്വയുടെ ആളുകളുടെ മരണം ഇങ്ങനെയാണ്. അവര് റബ്ബിനെ കൊതിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവരുടെ യാത്രയും അങ്ങനെയാണ്. ചിരിച്ചുകൊണ്ടവര് മരിക്കുകയാണ്. സിയറു അഅ്ലാമിൻ നുബലയിൽ നിന്നാണ് ഞാൻ ഈ വായിച്ച് നിങ്ങളോട് പറഞ്ഞത്. അറിയുമോ, അഇമ്മത്തിന്റെ ജീവിതം വായിച്ചാൽ, ഔലിയാക്കളുടെ ചരിത്രം വായിച്ചാൽ അവരെല്ലാം ജയിക്കാനുള്ള കാരണം തഖ്വയാണ്. ഒറ്റക്കാര്യം കൂടി ഞാൻ പറയട്ടെ, എല്ലാ വലികളും ഓരോ നബിവാശി, ഞാൻ എന്റെ സീബാവ കാൽവാശി എന്നോവർ. وكلهم من رسول الله ملتمس عرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, ആ മഹബ്ബത്തിലായി ജീവിക്കണം, പരമാവധി സ്വലാത്തു ചൊല്ലണം, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന അമലുകൾ വർദ്ധിപ്പിക്കണം. അതിലേറ്റവും അർജാ അമൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. മുഹമ്മദ് കി മഹബ്ബത്ത് ദീൻ ഹഖ് കി ശർത്ത് അവ്വൽ है, इसी में हो अगर खामी तो सब कुछ नामुकम्मल है. मोहम्मद की मोहब्बत है सनद आजाद होने की, खुदा के दामने तौहीद में आबाद होने की. എല്ലാ നന്മയുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അറിയുമോ, നമ്മളെ നോക്കി കാത്തിരിക്കുന്ന ഹബീബാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ജാഅ അറാബിയുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബസ്സാർ ഉദ്ധരിക്കുകയാണ്, അബൂ യഅലയും ദാറഖുത്നിയും ഉദ്ധരിക്കുകയാണ്. ഇമാം നൂറുദ്ദീനുൽ ഹൈതമി പരമ്പര ശക്തമാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇതിൽ കാണാം, ജാഅ അറാബിയുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഖുൻ കബീർ. പ്രായമുള്ള നാട്ടിൻപുരത്തുകാരനായ അറാബിയായ ഒരാൾ വന്നു. എന്നിട്ട് വിളിച്ചു, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാ മാ അഅദത്ത ലഹാ, എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാൾ എപ്പോഴാണെന്നതല്ല പ്രധാനം, ഖിയാമത്ത് നാളിലേക്ക് എന്ത് കരുതി വെച്ചു എന്നതാണ് പ്രധാനം. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, വല്ലദീ ബഅസക ഫിൽ ഹഖ്ഖി ബിൽ ഹഖ്ഖി മാ അഅദതു ലഹാ മിൻ കബീരി സ്വലാത്തിൻ വലാ സിയാം ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു.
അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നല്ലാതെ എന്റെ അടുക്കൽ യാതൊന്നും ഞാൻ കരുതി വെച്ചിട്ടില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, മോനെ അല്ലയോ സഹോദരാ, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടുവോ അവരുടെ കൂടെയാണ്. ഫവസബ ശൈഖു, ഈ പ്രായമുള്ള മനുഷ്യൻ ആനന്ദം കൊണ്ടങ്ങ് ചാടി എഴുന്നേറ്റ് പോയി. ഫബാല ഫിൽ മസ്ജിദി, അപ്പോൾ അറിയാതെ പള്ളിയിൽ മൂത്രിച്ചുപോയി. ഫഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഊഹു, അയാളെ വിട്ടേക്കൂ, അറിയാതെ വന്നു പോയതാണ്. ഫഅസാ അൻ യകൂന മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരനാണ് അയാൾ. വസബ്ബ അലാ ബൗലിഹി മാആ, ആ മൂത്രം വീണെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കുകയാണ്. ആ പ്രായമുള്ള മനുഷ്യനോട് ഹബീബായ തങ്ങൾ പറഞ്ഞ പ്രതീക്ഷ, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, എന്നോട് ഞാൻ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, നിങ്ങളെ കേൾപ്പിക്കുന്നു, 5 നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വേണം. എന്റെ ഉമ്മപെങ്ങന്മാരെ, മാന്യമായി വസ്ത്രം ധരിക്കണം, തഖ്വയോടെ ജീവിക്കണം, അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം, നല്ല മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തണം. സ്വലാത്തിന്റെ മജ്ലിസുകൾ ഈ പരിസരത്തെല്ലാം ഉണ്ട്. ഈ നാട്ടുകാരൻ കൂടിയായ കില്ലൂർ തങ്ങളവറുകൾ വലിയ സ്വലാത്തിന്റെ മജ്ലിസ് നടത്തുന്നുണ്ട്. അവിടെ 2 തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തങ്ങളവറുകളാണ് എന്നെ ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത്. വളരെ ഫലമുള്ള മജ്ലിസുകളാണ്. അതുപോലെ ഒരുപാട് സയ്യിദന്മാരുടെ സ്വലാത്തിന്റെ മജ്ലിസുകളുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെ ദർസ് നടത്തുന്നത് ഒരു സയ്യിദാണ്. ഇവിടെ നേതൃരംഗത്ത് സാദാത്തുക്കളുണ്ട്, ഇല്യാസ് തങ്ങളെ പോലെ. അൽഹംദുലില്ലാഹ്, ആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം, ഹറാമുകളിലേക്ക് വീണു പോകരുത്. അല്ലാഹു പൊരുത്തപ്പെട്ടത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടണം. ചെറുപ്പക്കാരെ, അനാവശ്യങ്ങളിൽ സമയം ചെലവഴിക്കരുത്. വൃത്തികേടുകൾ കണ്ട് കണ്ണ് കേടുവരുത്തരുത്. ഞാൻ ഓതി വെച്ചത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. തുടർന്നങ്ങോട്ട് അടുത്ത ആയത്ത്, യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നിങ്ങനെ തുടങ്ങുന്നതിന്റെ ആശയത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് പറയാം. ഞാനും നിങ്ങളും തഖ്വയോടെ ജീവിക്കണം, ഹറാമിൽ വീണുപോകാൻ പാടില്ല. രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നന്നാകണം. അല്ലാഹു നമ്മളെ മുഴുവനും അവന് പൊരുത്തപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ദുരിതങ്ങൾ, പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ.